നമുക്ക് കുറച്ച് ചോറ് കഴിച്ചാലോ? എന്താണെന്നല്ലേ കറികൾ കാണണ്ടേ? എന്തേ, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. രാവിലെ ഒരു ദോശ കഴിച്ചു കേട്ടോ, ഗ്രീൻ ബീൻസ് കറി ഒരു ദോശയും കഴിച്ചു. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, കുറച്ച് ചോറ് കഴിക്കാമെന്ന് വെച്ച്. രാവിലെ ഇച്ചിരി ചോറ് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറികളും കൂടി കണ്ടപ്പോൾ തന്നെ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. കറി എന്താണെന്നല്ലേ, നല്ല രസം കേട്ടോ, നല്ല രസം. പിന്നെ നമ്മുടെ എന്താണ് പേര് മറന്നുപോയില്ല, ചേമ്പന്താള്, ചേമ്പിൻ്റെ തണ്ട് തോരൻ, പിന്നെ ഒരു കഷ്ണം ഉണക്കമീൻ വറുത്തത്. ഇത്തിരി കരിഞ്ഞു പോയി, അത് ഞാനെടുത്തു. അത് അവരോട് പറയണ്ട, അത് അവർക്ക് കൊടുക്കണ്ട, ബിജോ ചേട്ടനൊന്നും കൊടുക്കണ്ട. കരിഞ്ഞത് നമുക്ക് കഴിക്കാം. ഇച്ചിരി കരിഞ്ഞൊക്കെ പോയി അപാകത പറ്റിയ കറികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കഴിക്കും. ലാസ്റ്റ് മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ചട്ടിക്കകത്തിട്ട്, നമ്മൾ കറികൾ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ചട്ടിക്കകത്തിട്ട് ചോറിളക്കി കഴിക്കുന്ന പോലെ കരിഞ്ഞ മീൻ വറുത്ത് ഞാനിങ്ങെടുത്തു. അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം വറുത്തതിരിക്കേണ്ടത് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടുണ്ട് കേട്ടോ, അതുണ്ട്. ഗ്രീൻ ബീൻസ് കറി ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല. ഈ രസവും നമ്മുടെ ഈ ഉണക്കമീനും ഭയങ്കര കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ പപ്പടമോ കയറ്റി, ഈ ഉണക്കമീനാണ് ഏറ്റവും നല്ലത് കേട്ടോ. മുള്ളമീൻ നല്ല അടിപൊളിയാണ് വറുത്തിട്ടുണ്ടെങ്കിൽ രസത്തിൻ്റെ കൂടെ. അതുപോലെ ഇത് നങ്ക്, പിന്നെ ഇത് തോരൻ. ഉപ്പ് പോലും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ രസവും മീൻ വറുത്തതും കൂടി നമുക്കൊന്ന് കഴിക്കാം. നമുക്ക് നല്ല പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ രസവും മീൻ വറുത്തതും മാത്രമുണ്ട്. ഇച്ചിരി കഞ്ഞിയിലൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ, വായിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ പുളിയും എരിവും എല്ലാം കൂടി, ഉപ്പും. തോരൻ നോക്കട്ടെ കേട്ടോ എങ്ങനെയാണെന്ന്. ഞാൻ ഉണ്ടാക്കൊണ്ട് പറയല്ല, അടിപൊളി തോരൻ. നമ്മളിങ്ങനെ പിഴിഞ്ഞ് വേണം, കളഞ്ഞിട്ട് വേണം നമ്മൾ തോരൻ വെക്കാൻ കേട്ടോ. ഇത് നല്ലതായി പിഴിഞ്ഞിങ്ങനെ കളയണം, എന്നിട്ട് വേണം തോരൻ വെക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും ഞാൻ കഴിക്കുമ്പോൾ അമ്മമ്മ വയ്ക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. കളിയാക്കലൊക്കെ ഞാൻ സ്വീകരിക്കുന്നു. കാരണം അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഫേസ് വരുന്നത്. എൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ താടിയെല്ല്, മറിപ്പോ, രണ്ട് സൈഡിലെ താടിയെല്ലൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സാധാരണ ഇരിക്കുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കാണ് ഇരിക്കേണ്ടത്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ റെഡിയാക്കേണ്ടതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഒന്നും നമുക്ക് ആ സിറ്റുവേഷനൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധാരണ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ കളിയാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ ചവയ്ക്കാനേ പറ്റത്തുള്ളൂ. എങ്ങനെയാ? കൊള്ളാം, പൊളി സാധനം. നല്ല അടിപൊളിയായിട്ടോ, നല്ല കോമ്പിനേഷനാണ്. നല്ല മുളക് രസവും നല്ല എരിവൊക്കെ ഉണ്ട്, നല്ല കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്. ഇത് കർക്കിടക മാസമാണ്. എല്ലാവരും എന്താ പറയുക, നല്ല ഫുഡൊക്കെ കഴിക്കാം, എല്ലാ കറികളൊക്കെ കൂടുതൽ കഴിക്കാം. പിന്നെ ഈ കർക്കിടക മാസത്തിന് മുരിങ്ങ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അത് ശരിയാണോ? അതോ കർക്കിടക മാസത്തിലാണോ മുരിങ്ങ കഴിക്കേണ്ടത്? കർക്കിടക മാസത്തിലാണ് ഇലക്കറികൾ കഴിക്കേണ്ടത്, അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാനിതൊന്ന് വാരി വലിച്ച് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ബൈ.